ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐസോമറിസം ഇൻ കോർഡിനേഷൻ കോംപ്ലക്സസ് ആണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പം ഐസോമറിസം കോർഡിനേഷൻ കോംപ്ലക്സുകളുടെ ഐസോമറിസത്തിൽ നിന്ന് നമുക്ക് സാധാരണയായിട്ട് ഒരുപാട് ഒരു ഇമ്പോർട്ടന്റ് ഭാഗം തന്നെയാണ്. അതിൽ ഇഷ്ടം പോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയയാണ്. എല്ലാവരും നന്നായിട്ട് നോക്കുക, ശ്രദ്ധിക്കുക. സിമ്പിൾ ആണ്. അതാണ് ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. The existence of coordination compounds with the same formula but different arrangements of the ligand was crucial in the development of coordination chemistry. First നമുക്ക് ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഐസോമേഴ്സ് നമ്മൾ കോർഡിനേഷൻ കോംപ്ലക്സുകളിലല്ല, നമ്മൾ യൂഷ്വൽ കേസിൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് എന്താ? 2 or more compounds with the same formula but different arrangements of the atom are called isomers. Because isomers usually have different physical and chemical properties, it is important to know which isomer we are dealing with if more than one isomer is possible. As we will see, coordination compounds exhibit the same type of isomers as organic compounds as well as several kinds of isomers that are unique. Organic chemistry യിലാണ് നമ്മൾ isomers കൂടുതലും കേട്ടിട്ടുള്ളത് അല്ലേ? അപ്പം ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള പോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സും different type isomerism കാണിക്കുന്നുണ്ട്. Isomers are compound with the same molecular formula but different structural formulas and do not necessarily share similar properties. There are many different classes of isomers like stereoisomers, enantiomers, geometrical isomers, etc. There are two main forms of isomers. സാധാരണയായിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ നമ്മൾ സ്ട്രക്ചറൽ ഐസോമറിസം, സ്റ്റീരിയോ ഐസോമറിസം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ. ഓക്കെ, അതില് സ്ട്രക്ചറൽ ഐസോമറിസത്തില് ഒരു ഏതൊക്കെ കുറച്ച് ടൈപ്പ് ഐസോമറിസം ഉണ്ട്. പിന്നെ അതേപോലെ സ്റ്റീരിയോ ഐസോമറിസത്തിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട്, സ്റ്റീരിയോ ഐസോമറിസം, ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്, അതേപോലെ ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്. ഇങ്ങനെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ്. Structural isomers that contain the same number of atoms of each kind but differ in which atoms are bonded to one another are called structural isomers, which differ in structure or bond type. For inorganic complexes, there are 3 types of structural isomers. നമുക്ക് പഠിക്കാൻ inorganic complexുകളിൽ നമുക്ക് പഠിക്കാനുള്ള 3 ടൈപ്പ് structural isomers ആണ്. Ionization isomerism, coordination isomerism and linkage isomerism. Structural isomers, as their name implies, differ in their structure or bonding. അവയുടെ സ്ട്രക്ചറിൽ സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷേ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ബോണ്ടിങ്ങിലുള്ള ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന ഐസോമേഴ്സിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറയുക. Which are separate from stereo isomers that differ in the spatial arrangement of the ligands are attached but still have the bonding properties. Stereo isomers എന്ന് പറഞ്ഞാൽ അതിൽ സ്ട്രക്ചറിലോ ബോണ്ടിങ്ങിലോ ഉള്ള ഡിഫറൻസ് അല്ല പറയുന്നത്, അവിടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിലുള്ള ഡിഫറൻസ്, ലിഗാൻസിന്റെ അറേഞ്ച്മെന്റിൽ, സ്പേഷ്യൽ അറേഞ്ച്മെന്റിലുള്ള ഡിഫറൻസ് കാരണം ഉണ്ടാവുന്നതാണ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. The different chemical formulas in structural isomers are caused either by a difference in what ligands are bonded to the central atom or how the individual ligands are bonded to the central atom. When determining the structural isomer, you look the ligand that are bonded to central metal atom and which atom of the ligands attached to the central metal atom. നമ്മൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ലിഗാൻസ് ദാറ്റ് ആർ ബോണ്ടഡ് ടു ദ സെൻട്രൽ മെറ്റൽ ആൻഡ് വിച്ച് ആറ്റം ഓഫ് ദ ലിഗാൻസ് അറ്റാച്ച്ഡ് ടു ദ സെൻട്രൽ മെറ്റൽ. അപ്പം ലിഗാൻസ് മെറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ലിഗാൻഡിൽ തന്നെ, ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് പോലെയല്ല, ഒരേ ആറ്റം മാത്രമുള്ളതല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഉണ്ടാവും. അപ്പൊ അതിൽ ഏത് ആറ്റമാണ്, ഒരു ലിഗാൻഡിലുള്ള ഏത് ആറ്റമാണ് മെറ്റലിലേക്ക് ബോണ്ട് ചെയ്തത് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. First one is ionization isomers. Ionization isomers occurs when a ligand that is bound to the metal center exchanges places with an anion or neutral molecule that was originally outside the coordination complex. Geometry of the central metal ion and the identity of the other ligands are identical. For example, octahedral isomer will have 5 ligands that are identical but the 6th will differ. 5 ligands identical ആണ്, 6ാമത്തെ ലിഗാൻഡ് വ്യത്യാസമുള്ള രണ്ടാണ്.
The non-matching ligand is one compound will be outside of the coordination sphere of the other compound. Because the anion or molecule outside the coordination sphere is different, the chemical properties of these isomers is different. Hydrate isomers is a isomer is a specific kind of നമുക്ക് പറയാം. Ionization isomerism എന്ന് പറയുന്നത് കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് സെയിം മോളിക്കുലർ ഫോർമുലയുള്ള രണ്ട് കോംപ്ലക്സുകൾ അവയുടെ കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് കിടക്കുന്ന ഐഡന്റിറ്റിയിൽ വരുന്ന ഡിഫറൻസ് കാരണം ഉണ്ടാവുന്നതാണ് അയണൈസേഷൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസോൾവ് ചെയ്യുമ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസ് ഡിഫറെന്റ് ആണ്, പക്ഷേ സെയിം മോളിക്കുലർ ഫോർമുലയാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അയണൈസേഷൻ ഐസോമറിസം എന്ന് പറയാ. അയണൈസേഷൻ ഐസോമറിസത്തിനുള്ള ഒരു സ്പെഷ്യൽ കൈൻഡ് ഐസോമറിസം ആണ് ഹൈഡ്രേറ്റ് ഐസോമറിസം. വി വിൽ ഡിസ്കസ് ഇറ്റ് ലൈറ്റർ. അപ്പൊ എക്സാമ്പിൾ പറയുന്നുണ്ട്, കണ്ടോ, CONH3 5 times ClBr. സ്പീഡ് കൂടുമ്പം ഒന്ന് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യണേ. പറയുന്നത് എനിക്ക് കേൾക്കില്ല, അതുകൊണ്ടാണ് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോ CONH3 5 times ClBr. അതില് കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് കിടക്കുന്ന ആളാണ് Br അല്ലെ. അപ്പൊ ഇത് ഡിസോൾവ് ആയിട്ട് അയോൺസ് ആയിട്ട് മാറിയാൽ എന്താ, ഏതൊക്കെ അയോൺസ് ഉണ്ടാവുക? CONH3 5 times Cl കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് പ്ലസ് എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന്റെ കാറ്റയോൺ ഉണ്ടാവും, പ്ലസ് Br മൈനസ് എന്ന് പറയുന്ന ആനയോൺ ഉണ്ടാവും. ഇനി അതേ മോളിക്കുലർ ഫോർമുലയുള്ള കോർഡിനേഷൻ കോംപ്ലക്സ് ആണ് സെക്കൻഡ് വൺ തന്നിട്ടുള്ളത്, CONH3 5 times Br കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് Cl ആണ്. അപ്പൊ ഇത് ഡിസോൾവ് ചെയ്താൽ എന്താ ഫോം ചെയ്യുക? CONH3 5 times Br പ്ലസ് ഒരു കോംപ്ലക്സ് കാറ്റയോൺ ഉണ്ടാവും, പ്ലസ് ഒരു Cl മൈനസ് അയോൺ ഉണ്ടാവും അല്ലെ. The two isomers differ only in which ligands are bound to the central metal and which are counter ion in the second coordination sphere left. The chloride ion is bound to the cobalt as a chloro ligand with the bromide ion as the counter ion. കോംപ്ലക്സ് കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് കിടക്കുന്നത് കൗണ്ടർ അയോൺ ആയിട്ട്. അപ്പൊ ഒരെണ്ണത്തില് ക്ലോറൈഡ് ആണ് മെറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ലിഗാൻഡ്, കൗണ്ടർ അയോൺ ആയിട്ട് ബ്രോമൈഡ് ആണ്. സെക്കൻഡ് വണ്ണില് ബ്രോമൈഡ് ആണ് മെറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ലിഗാൻഡ്, കൗണ്ടർ അയോൺ Cl മൈനസ് ആണ്. അതാണ് വ്യത്യാസം വരുന്നത്. In the other ionization isomer, the bromide is acting as a bromoligand to the cobalt with the chloride acting as the counter ion. നമ്മൾ already പറഞ്ഞു. These two isomers are called pentamine chloro cobalt 2 bromide. ഇതിന്റെ പേര് നെയിമിംഗ് നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചതാ. ഫസ്റ്റ് കോംപ്ലക്സിന്റെ പേരെന്താ വരിക? പെന്റാമീൻ ക്ലോറോ കൊബാൾട്ട്, ബ്രാക്കറ്റിന്റെ ഉള്ളില് റോമൻ ലെറ്ററിൽ അതിന്റെ എന്തെഴുതണം? ഓക്സിഡേഷൻ നമ്പർ എഴുതണം. അപ്പൊ ക്ലോറോ കൊബാൾട്ട് കഴിഞ്ഞിട്ട് 2, പിന്നെ ഒരു സ്പേസ് ഇട്ടിട്ട് ബ്രോമൈഡ്. നമ്മളെ കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്തുള്ള കൗണ്ടർ അയോൺ ബ്രോമൈഡ് ആണ്. ഇനി സെക്കൻഡ് കോംപ്ലക്സിനെ നമ്മൾ എങ്ങനെ പേരെഴുതും? പെന്റാമീൻ ബ്രോമോ കൊബാൾട്ട് 2 സ്പേസ് ഇട്ടിട്ട് ക്ലോറൈഡ് അല്ലെ. ഇങ്ങനെയാണ് അതിന്റെ പേര് വരിക. അയണൈസേഷൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാല് സെയിം മോളിക്കുലർ ഫോർമുലയുള്ള രണ്ട് കോർഡിനേഷൻ കോംപ്ലക്സ്, അത് ഡിസോൾവ് ചെയ്തിട്ട് അയോൺസ് ഫോം ചെയ്യുമ്പോൾ രണ്ട് ഡിഫറെന്റ് അയോൺസ് ആണ് ഫോം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്തുള്ള കൗണ്ടർ അയോൺസ് മെറ്റലിന്റെ കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്തുള്ള ലിഗാൻഡുമായിട്ട് ഒരു എക്സ്ചേഞ്ച് നടന്ന പോലെയാണ് അവിടെ. ഫസ്റ്റ് കോമ്പൗണ്ടിൽ Cl ആയിരുന്നു ലിഗാൻഡ്, ബ്രോമൈഡ് ആയിരുന്നു എന്ത് കൗണ്ടർ അയോൺ. സെക്കൻഡ് കോംപ്ലക്സിൽ ബ്രോമൈഡ് ആണ് ലിഗാൻഡ്, Cl മൈനസ് ആണ് കൗണ്ടർ അയോൺ. അങ്ങനെയാണ് അത് വരും. The difference between the ionization isomers can be viewed within the context of ions generated when each are dissolved in solution. For example, when pentamine bromo cobalt 2 chloride is dissolved in water, Cl minus ions are generated. ഒരു Cl minus മതി ട്ടോ, അതെന്തോ repetition വന്നതാണ്. Cl minus ions are generated. അപ്പോ COBrNH3 5 times Cl. അത് ഡിസോൾവ് ചെയ്താൽ COBrNH3 5 times പ്ലസ് കോർഡിനേഷൻ കോംപ്ലക്സ് കാറ്റയോൺ ഫോം ചെയ്യും, പ്ലസ് Cl മൈനസ് ഈസ് ഓൾസോ ഫോംഡ്. ഇനി സെക്കൻഡ് കോംപ്ലക്സിൽ എന്താ? വേറാസ് വെൻ പെന്റാമീൻ ക്ലോറോ കൊബാൾട്ട് 2 ബ്രോമൈഡ് ഡിസോൾവ് ചെയ്താലോ ബ്രോമൈഡ് അയോണും ഉണ്ടാവും, അതേപോലെ പെന്റാമീൻ ക്ലോറോ കൊബാൾട്ട് 2 കാറ്റയോണും ഫോം ചെയ്യും. നോട്ടീസ് ദാറ്റ് ബോത്ത് anions are necessary to balance the charge of the complex and that they differ in that one ion is directly
attached to the central metal, but the other is a counter ion which is not directly attached to the metal atom. The special type of ionization isomers are solvate and hydrate isomerism. Solvate, very similar type of isomerism, results from the replacement of a coordinated group by a solvent molecule. That is solvate isomerism. A very similar type of isomerism results from replacement of a coordinated group by a solvent molecule. അപ്പോൾ നമ്മൾ coordination sphereന്റെ അകത്തും പുറത്തുമുള്ള നെഗറ്റീവ് ആനയോൺസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് എന്നല്ല, ഒരു കോംപ്ലക്സിൽ coordination sphereന്റെ അകത്ത് Cl മൈനസും Br മൈനസ് കൗണ്ടർ അയോൺ ആയിരുന്നു. സെക്കൻഡ് കോംപ്ലക്സിൽ അകത്ത് Br മൈനസും Cl മൈനസ് കൗണ്ടർ അയോൺ ആയിട്ടാണ് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. ഈ വരുന്ന അയോണിന്റെ സ്ഥാനത്ത് ഒരു സോൾവെന്റ് മോളിക്യൂൾ ആണെങ്കിൽ ഇതിനെ നമ്മൾ സോൾവേറ്റ് ഐസോമെറിസം എന്ന് പറയും. Which in case of water it is called hydrate isomerism. The best known example of this occurs for chromium chloride CrCl3.6H2O, which may contain 4, 5 or 6 coordinated water molecule, assuming a coordination number of 6. The dot here is used essentially as an expression of ignorance to indicate that though the parts of the molecule separated by the dots are bonded to one another in some same fashion, the exact structural details of that interaction are not fully expressed in the resulting formula. ആൽഫ്രഡ് വെർണറിന്റെ കോർഡിനേഷൻ തിയറിയിൽ നമ്മൾ മോസ്റ്റ് സ്റ്റഡീഡ് കോംപ്ലക്സ് ആയിരുന്നു എന്ത്, ഈ ക്രോമിയം ക്ലോറൈഡ് 6H2O എന്ന് പറയുന്ന കോംപ്ലക്സ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ആൽഫ്രഡ് വെർണർ ഈ കോംപ്ലക്സ് എടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ തിയറി മൊത്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൽ കോർഡിനേഷൻ കോംപ്ലക്സിന്റെ പുറത്ത് എത്ര Cl ഉണ്ട്, എത്ര Cl മോളിക്യൂള് സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് AgCl precipitate തരുന്നുണ്ട് നോക്കിയിട്ടാണ് അവർ അതിന്റെ പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും ഒക്കെ അവിടെ ഡിഫൈൻ ചെയ്തത്. നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടോക്കുക, ഇനിയൊന്നും ഓർക്കാനൊക്കെ സമയമായിട്ടുണ്ട്, പരീക്ഷ ഇവിടെ അടുത്തില്ലേ. അപ്പോൾ ആൽഫ്രഡ് വെർണേഴ്സ് coordination theory indicates that several of the water molecules are actually bonded directly to metal and several of them are outside the coordination sphere. In fact, there are several possible compounds that use the bracket to signify bonding in the complex and the dots to signify water molecules that are not bound to the central metal but are apart from the lattice. അപ്പം ഇവിടെ നമ്മൾ ഒരുപാട് കോമ്പൗണ്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണമാണ് CrCl2H2O 4 ടൈംസ് കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്ത്, പുറത്ത് 2H2O. അവിടെ എന്താണ്, 2 H2O മോളിക്യൂള് മെറ്റൽ സെന്ററിൽ നിന്ന് ഫാർ അപ്പാർട്ട് ആണ്. 4 H2O മോളിക്യൂള് ഡയറക്ട്ലി ബോണ്ടഡ് ടു മെറ്റൽ ആറ്റം ആണ് ഫസ്റ്റ് കോംപ്ലക്സ്. അതൊക്കെ രണ്ടെണ്ണമായിട്ട് വന്നിട്ടുണ്ട്, അത് ഒന്നേ ഉള്ളൂ കേട്ടോ, അത് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. പിന്നെ രണ്ടാമത്തെ കോമ്പൗണ്ട് അത് ബ്രൈറ്റ് ഗ്രീൻ കളറാണ്. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കിയേ, ക്രോമിയം Cl H2O 5 ടൈംസ് കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്ത്, പുറത്ത് Cl2.H2O. അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് എന്താണ്, 2 ക്ലോറൈഡ് Cl-ഉം ഒരു H2O-യും ഉണ്ട്. അപ്പം ഇതില് 5 H2O മോളിക്യൂള്, ഇതിപ്പം അയോണൈസേഷൻ നടക്കുമ്പം ഉള്ള വാട്ടറിന്റെ മോളിക്യൂൾസിൽ ഡിഫറൻസ് വരും. അപ്പം എന്താണ് ഡിഫറൻസ് വരുന്നത് ഇവിടെ, ഫസ്റ്റത്തെ മോളിക്യൂൾ ആക്കുന്നത്, ഫസ്റ്റത്തെ കോർഡിനേഷൻ കോംപ്ലക്സ് ബ്രൈറ്റ് ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള CrCl2H2O 4 ടൈംസ് Cl2H2O, ഇത് ഡിസോൾവ് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ CrCl2H2O 4 ടൈംസ് പ്ലസും Cl മൈനസും 2 വാട്ടർ മോളിക്യൂളും ഉണ്ടാവും. ഇനി സെക്കൻഡ് കോമ്പൗണ്ട് നോക്കിയേ, ഗ്രേ ഗ്രീൻ കളേർഡ് കോംപ്ലക്സ് പറഞ്ഞില്ലേ, CrClH2O 5 ടൈംസ് Cl2.H2O. ഈ കോമ്പൗണ്ട് ഡിസോൾവ് ചെയ്തിട്ട് അയോണൈസേഷൻ നടന്നാൽ എന്ത് ഫോം ചെയ്യും, CrClH2O 5 ടൈംസ് 2 പ്ലസ് 2Cl മൈനസ് പ്ലസ് H2O, ഒരു H2O മോളിക്യൂൾ ആണ് ഫോം ചെയ്യുക. ഇനി മൂന്നാമത്തെ കോംപ്ലക്സ് നോക്കിയേ, വയലറ്റ് കളേർഡ് കോംപ്ലക്സ് ആയിട്ടുള്ള CrH2O 6 ടൈംസ് കോംപ്ലക്സിന്റെ അകത്ത്, പുറത്ത് Cl3. ഇത് ഡിസോൾവ് ചെയ്താൽ എന്താ സംഭവിക്കുക, അയോണൈസേഷൻ നടന്നാൽ CrH2O 6 ടൈംസ് 3 പ്ലസ് 3Cl മൈനസ്, അവിടെ എന്താണ്, H2O മോളിക്യൂള് ഇല്ല. അയോണൈസേഷൻ നടന്നാൽ H2O മോളിക്യൂള് ഫോം ചെയ്യുന്നില്ല, കാരണം അതിലുള്ള 6 H2O മോളിക്യൂളും ഡയറക്ട്ലി ബോണ്ടഡ് ടു മെറ്റൽ ആണ്. അത് അയോണൈസേഷനിൽ അത് കോംപ്ലക്സ് കാറ്റയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, H2O മോളിക്യൂള് ഡിസോസിയേറ്റ് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്തും പുറത്തുള്ള വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ സോൾവേറ്റ് മോളിക്യൂളിന്റെ എണ്ണം, അയോൺസ് ഫോം ചെയ്യുമ്പോഴുള്ള എണ്ണത്തിൽ ഡിഫറൻസ് വരുമ്പോഴാണ് നമ്മൾ സോൾവേറ്റ് ഐസോമറിസം അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന്
എന്ന് പറയുന്നത്. These isomers have very different chemical properties and on reaction with silver nitrate to test for Cl- ion, അത് നമ്മളെ Werner's theory നമ്മൾ ചെയ്ത്, would find 1, 2, 3 Cl- ions in solution. ഫസ്റ്റ് കോംപ്ലക്സിൽ ഒരു Cl- ion ആണെന്നുള്ളത് സിൽവർ നൈട്രേറ്റ് കൊടുക്കുമ്പോൾ ഒരു സിൽവർ നൈട്രേറ്റ് എടുത്തിട്ട് ഒരു AgCl precipitate ഫോം ചെയ്യും. സെക്കൻഡ് കോംപ്ലക്സിനെ സിൽവർ നൈട്രേറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്തിട്ട് സിൽവർ നൈട്രേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ 2 AgCl ഫോം ചെയ്യും. മൂന്നാമത്തെ കോംപ്ലക്സിനെ നമ്മൾ സിൽവർ നൈട്രേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ 3 AgCl ഫോം ചെയ്യും. Upon crystallization from water, many compounds incorporate water molecules in their crystalline framework. This water of crystallization refers to water that is found in the crystalline framework of a metal complex or a salt, which is not directly bonded to the metal cation. The first two hydrate isomers, there are water molecules that are artifacts of the crystallization and occur inside the crystal. These waters of crystallization contribute to the total weight of water in a substance and are mostly present in a definite stoichiometric ratio. Hydrate isomerism example തന്നിട്ടുണ്ട് CrH2O6 times Cl3. ഇവിടെ CrH2O6 times 3 പ്ലസും 3Cl minus 1 ഉണ്ടാവും. സെക്കൻഡ് കോമ്പൗണ്ട് നോക്കിയേ CrH2O5 times Cl2 പ്ലസും 2 Cl minus അയോണും ഒരു H2O ഉണ്ടാവും. Hydrate isomerism. Hydrate isomer is violet colored. First CrH2O6 times 3 പ്ലസും 3 Cl minus ഉണ്ടാവുന്ന ആ കോംപ്ലക്സ് violet colored ആണ്. സെക്കൻഡ് കോംപ്ലക്സ് CrH2O5 times Cl2 plus 2 Cl minus and H2O ഫോം ചെയ്യുന്ന ആ കോംപ്ലക്സ് green grey colored ആണ്. Water of crystallization. A compound with associated water of crystallization is known as hydrate. The structure of hydrates can be quite elaborate because of the existence of hydrogen bonds that define polymeric structure. For example, consider aqua complex of nickel NiCl2.6H2O that consists of separate trans NiCl2H2O4 times molecules linked more weakly to adjacent water molecules. Only 4 of the 6 water molecules in the formula are bound to nickel and the remaining 2 are outside the crystal lattice. Our coordination sphere ന്റെ പുറത്താണ് ബാക്കി വരുന്ന രണ്ടെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നത്. Figure show water of hydration. Image of NiCl2.6H2O salt. Crystal structure of NiCl2.6H2O salt with chlorine atom green, water molecule in red. ഇമേജ് തന്നിട്ടില്ലേ, അതിൽ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത് ക്ലോറിൻ ആറ്റ് ആണ്, വാട്ടർ മോളിക്യൂളിനെ റെഡ് കളറിലാണ് കാണിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, വാട്ടർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, അതിന്റെ ചുറ്റും 2 ഹൈഡ്രജൻ ഉണ്ട്. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ Cl- ഒറ്റ ആറ്റ് ആയിട്ടാണല്ലേ നിൽക്കുന്നത്. And nickel metal indicates blue color. Noted that the only 4 of the waters are bounded as ligand to nickel atom and 2 are outside the രണ്ടെണ്ണം പുറത്ത് നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടോ കണ്ടിട്ട്? ഇത് ഒരു മോളിക്യൂള്, ഈ മുകളിലുള്ളത് രണ്ടാമത്തെ മോളിക്യൂള്, ഇതൊരെണ്ണം ഇതൊരെണ്ണം. 2 വാട്ടർ മോളിക്യൂള് കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്താണ് നിൽക്കുന്നത്. അത് മെറ്റലുമായിട്ട് ഡയറക്റ്റ് ബോണ്ട് ചെയ്യാം അല്ലെ. ഇത് 2 വാട്ടർ മോളിക്യൂൾസ് ആണ്. ബാക്കി നിക്കല്, ഇതാണ് നിക്കൽ എന്നാ പറഞ്ഞത്, ഇത് നിക്കല്, ഇത് Cl മൈനസ്, ബാക്കിയുള്ള ഈ 4 H2Os നിക്കലുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. Water is noteworthy because it is reactive, whereas other solvents such as benzene are considered to be chemically not reactive.
അപ്പം അയണൈസേഷൻ ഐസോമറിസം പറഞ്ഞു. ഈ അയണൈസേഷൻ ഐസോമറിസത്തിന്റെ രണ്ട് സ്പെഷ്യൽ ടൈപ്പ് ഐസോമറിസം ആയിരുന്നു ഹൈഡ്രേറ്റ് ഐസോമറിസം, സോൾവേറ്റ് ഐസോമറിസം. അതും പറഞ്ഞു. നെക്സ്റ്റ് ഐസോമറിസം എന്ന് പറയുന്നത് കോർഡിനേഷൻ ഐസോമറിസം ആണ്. കോർഡിനേഷൻ ഐസോമറിസം occurs in compounds containing complex anionic and complex cationic parts and can be viewed as an interchange of some ligands from the cation to the anion. Hence, there are two complex compounds bound together. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന കോർഡിനേഷൻ കോംപ്ലക്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആനിയോണിക് പാർട്ട് ഒരു കോർഡിനേഷൻ സ്ഫിയർ ആണ്, എന്നിട്ട് അതിന്റെ ഒരു കൗണ്ടർ അയോൺ ഉണ്ടാവും, അല്ലെങ്കിൽ കാറ്റോണിക് പാർട്ട് ഒരു കോർഡിനേഷൻ സ്ഫിയർ ആണ്, അതിനൊരു കൗണ്ടർ നെഗറ്റീവ് ചാർജ് ഉള്ള ആനിയോൺ ഉണ്ടാവും. സാധാരണ കാണുന്ന കോർഡിനേഷൻ കോംപ്ലക്സുകൾ അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ എന്താ പറയുന്നത് വെച്ചാല് ആനിയോണിക് പാർട്ടും കാറ്റോണിക് പാർട്ടും കോർഡിനേഷൻ കോംപ്ലക്സ് ആയിട്ടുള്ള കോർഡിനേഷൻ കോംപ്ലക്സുകളില് ആണ് കോർഡിനേഷൻ ഐസോമറിസം കാണിക്കുക. അപ്പൊ രണ്ടും കോർഡിനേഷൻ സ്ഫിയേഴ്സ് ആവുമ്പോ എന്താണ്, രണ്ടിലും ഉണ്ടാവും മെറ്റലും സെർട്ടൈൻ ലിഗാൻസും. കാറ്റോണിക് പാർട്ടിലും ഉണ്ടാവും മെറ്റൽ പ്ലസ് സെർട്ടൈൻ ലിഗാൻസ്, ആനിയോണിക് പാർട്ടിലും ഉണ്ടാവും മെറ്റലും സെർട്ടൈൻ ലിഗാൻസും. ഇനി ഈ ഒരു മെറ്റലില് കോർഡിനേഷൻ നടത്തിയിട്ടുള്ള ലിഗാൻസ് മറ്റേ കോർഡിനേഷൻ സ്ഫിയറിലുള്ള മെറ്റലിലുള്ള ലിഗാൻസുമായിട്ട് എക്സ്ചേഞ്ച് നടക്കുക. അതാണ് കോർഡിനേഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. Hence, there are two complex compounds bound together, one with a negative charge and the other with a positive charge. In coordination isomers, the anion and cation complexes of a coordination compound exchange one or more ligands. For example തന്നിട്ടുള്ളത് കണ്ടോ, ZnNH3 4 times ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള കോർഡിനേഷൻ കോംപ്ലക്സ് കാറ്റയോൺ ആണ്. പിന്നെ അതിന്റെ കൂടെ CuCl4 കോർഡിനേഷന്റെ കോംപ്ലക്സ് ആനയോൺ ആണ്. ഇതൊരു കോർഡിനേഷൻ കോംപ്ലക്സ്, ഇപ്പോഴേ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആയിട്ടുള്ളൂ അല്ലെ. നോക്ക്, ഈ ZnNH3 4 times എന്ന് പറയുന്നത് ഇതെന്താണ്, ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു കോംപ്ലക്സ് പാർട്ടാണ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് കാറ്റയോൺ ആണ്. CuCl4 എന്ന് പറയുന്നത് കോംപ്ലക്സ് ആനയോൺ ആണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കോംപ്ലക്സ് കാറ്റയോണും കോംപ്ലക്സ് ആനയോണും കമ്പൈൻ ചെയ്തിട്ട് ഈ മൊത്തം ഇതിനെ രണ്ടും കൂടെ കൂടിയതിനെയാണ് നമ്മൾ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ സിങ്കിന്റെ കൂടെയുള്ള ലിഗാൻഡ് ആരാണ്, അമോണിയയാണ്. കോപ്പറിന്റെ കൂടെയുള്ള ലിഗാൻഡ് ആരാണ്, Cl- ആണ്, നെഗറ്റീവ് ചാർജ് ഉള്ള ലിഗാൻഡ് ആണ്. ഈ അതേപോലെ രണ്ടാമത്തെ കോംപ്ലക്സ് നോക്കുക, രണ്ടാമത്തത് CuNH3 4 times എന്ന് പറയുന്നത് കാറ്റയോൺ, കോംപ്ലക്സ് കാറ്റയോൺ ആണ്. ZnCl4 എന്ന് പറയുന്നത് കോംപ്ലക്സ് ആനയോൺ ആണ്. ഇത് രണ്ടും കൂടെ കൂടിയതാണ് എന്ത്, നമ്മളെ കോംപ്ലക്സ് കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കോംപ്ലക്സുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടിലും സിങ്ക് ഉണ്ട്, കോപ്പർ ഉണ്ട്, 4 അമോണിയ ഉണ്ട്, 4 Cl ഉണ്ട്, Cl- ഉണ്ട്. അപ്പൊ സെയിം മോളിക്കുലർ ഫോർമുലയാണ്. പക്ഷെ ഇവ സെയിം ആണോ, അല്ല. അവയുടെ മെറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ലിഗാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് കോംപ്ലക്സിൽ അമോണിയ ലിഗാൻഡ് സിങ്കിന്റെ കൂടെ ആയിരുന്നു, Cl- ലിഗാൻഡ് കോപ്പറിന്റെ കൂടെ ആയിരുന്നു. സെക്കൻഡ് കോംപ്ലക്സിൽ അമോണിയ ലിഗാൻഡ് കോപ്പറിന്റെ കൂടെയും Cl- ലിഗാൻഡ് സിങ്കിന്റെ കൂടെയാണ്. ഇങ്ങനെയുള്ള രണ്ട് കോംപ്ലക്സ് ആനയോണും കോംപ്ലക്സ് കാറ്റയോണും ഉള്ള കോർഡിനേഷൻ കോംപ്ലക്സുകളിലാണ് കോർഡിനേഷൻ ഐസോമറിസം പോസിബിൾ ആവുക. കോമ്പൗണ്ട്സ്, these two compounds are coordination isomers. കാണിച്ചു തന്നിട്ടുണ്ട് CuNH3 4 times 2 പ്ലസും CuCl4 2 - 1. ഇതിലുള്ള സിങ്കിന്റെ കൂടെയുള്ള അമോണിയ ലിഗാൻഡ് കോപ്പറിന്റെ അടുത്തേക്ക് മാറുക, കോപ്പറിന്റെ കൂടെയുള്ള Cl- ലിഗാൻഡ് സിങ്കിൽക്കും എക്സ്ചേഞ്ച് നടന്നാലാണ് കോർഡിനേഷൻ ഐസോമറിസം പോസിബിൾ ആവുക. ടെട്രാമീൻ സിങ്ക് 2 ടെട്രാക്ലോറോ കുപ്രേറ്റ് 2 അതാണ് ആദ്യത്തെ കോംപ്ലക്സിന്റെ പേര്. രണ്ടാമത്തെ കോംപ്ലക്സ് ടെട്രാമീൻ കോപ്പർ 2 ടെട്രാക്ലോറോ സിങ്കേറ്റ് 2 ആണ് രണ്ടാമത്തെ കോംപ്ലക്സിന്റെ പേരുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ താഴെ, what is the coordination isomer for CONH3 6 times CrNH3 6 times complex? Coordination isomerism involves switching the metal between the cations and anion spheres. Cation anion spheres ന്റെ അകത്ത് മെറ്റൽ സ്വിച്ച് ചെയ്യുക അല്ലെങ്കിൽ ലിഗാൻഡ് സ്വിച്ച് ചെയ്യുക, രണ്ടാണെങ്കിലും ഒന്ന് തന്നെയാണ്. അപ്പം മെറ്റൽ സ്വിച്ച് ചെയ്യാന്ന് പറയാം നമുക്ക്.
എന്ത് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ CONH3 6 ടൈംസ് എന്ന് പറയുന്ന കോർഡിനേഷൻ കോംപ്ലക്സ് ഉണ്ട്, കാറ്റയോണിക് സ്പീഷീസ്. CrCN6 എന്ന് പറയുന്ന ആനയോണിക് സ്പീഷീസ് ഉണ്ട്. ഇവ തമ്മിലുള്ള മെറ്റലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്ന് പറഞ്ഞാൽ NH3ന്റെ കൂടെയുള്ള കോബാൾട്ട് CN- ലിഗാൻഡിന്റെ സ്ഫിയറിലേക്ക് മാറുക. CN- സ്ഫിയറിലുള്ള ക്രോമിയം NH3 ലിഗാൻഡിന്റെ സ്ഫിയറിലേക്ക് മാറിയാൽ കോർഡിനേഷൻ ഐസോമേഴ്സ് ആയി. അത് ഇവിടെ തന്നിട്ടുണ്ട്. CrNH3 6 times CN 6 times is the coordination isomer of CONH3 6 times CrCN 6 times. മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഐസോമറിസം ആണ്, സ്ട്രക്ചറൽ ഐസോമറിസം ആണ്, ലിങ്കേജ് ഐസോമറിസം. ലിങ്കേജ് ഐസോമറിസം എന്ന് പറയുന്നത് ലിങ്കേജ് ഐസോമറിസം occurs with ambidentate ligand coordination complex which must contain ambidentate ligands. Ambidentate ligands ഉള്ളത് കോംപ്ലക്സിൽ മാത്രമാണ് ലിങ്കേജ് ഐസോമറിസം പോസിബിൾ ആവുക. That are capable of coordinating in more than one way. Ambidentate ligands എന്ന് പറഞ്ഞാൽ ലിഗാൻഡ് ഒരു ലിഗാൻഡിനെ പക്ഷെ അതിലുള്ള ഒന്നിലധികം ആറ്റംസ് വഴി മെറ്റലിനെ ബോണ്ട് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നൈട്രോ, SCN-. ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾ പഠിച്ചത്. ആംബിഡന്റേറ്റ് ലിഗാൻസ് തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത്. The best known cases involves the monodentate ligands of SCN-. SCN- through SCN- ഉം NCS-. അതൊന്ന് എങ്ങനെ ബോണ്ട് ചെയ്യുക? ഒന്ന് സൾഫർ വഴിയും ഒന്ന് നൈട്രജൻ വഴിയും ബോണ്ട് ചെയ്യും. പിന്നെ NO2- ഉം ONO-. NO2- നൈട്രജൻ വഴിയാണ് മെറ്റലിന് ബോണ്ട് ഫോം ചെയ്യുക. ONO- ഓക്സിജൻ വഴിയാണ് മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുക. The only difference is what atoms the molecular ligands bind to the central ion. The ligand must have more than one donor atom but bind to ion in only one place. For example, ഒരു മെറ്റലിലേക്ക് ഈ ലിഗാൻഡ്സ് രണ്ട് ആറ്റം വഴിയും ബോണ്ട് ചെയ്യില്ല. ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൽ NO2- നൈട്രജൻ വഴി ബോണ്ട് ചെയ്തിട്ടുണ്ട്, വേറൊരു കോർഡിനേഷൻ കോംപ്ലക്സിൽ NO2- ഓക്സിജൻ വഴി ബോണ്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരേ കോംപ്ലക്സിന്റെ അകത്ത് രണ്ട് ആറ്റം വഴി ബോണ്ട് ചെയ്യുന്നതിനല്ല നമ്മൾ ആംബിഡന്റേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ബോണ്ട് ചെയ്യുന്നതിനെ നമ്മൾ പോളിഡന്റേറ്റ് ലിഗാൻഡ് എന്നാണ് പറയുക, അല്ലെ? അതും നമ്മൾ പഠിച്ചതാണ്. ഫോർ എക്സാമ്പിൾ, NO2- ion is a ligand that can bind to the central atom through the nitrogen or through the oxygen, but cannot bind to the metal atom with both oxygen and nitrogen at once. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ അതിനെ പറയാം പോളിഡന്റേറ്റ് ലിഗാൻഡ് എന്നാണ്, rather than ambidentate ligand. But linkage isomerism in NO2 ligand, this occurs when a particular ligand is capable of coordinating to metal in two different and distinct ways. As with all structural isomers, the formula of the complex is unchanged for each isomer. അതിൽ ഫോർമുലയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. But the properties may differ. Properties ൽ മാറ്റം ഉണ്ടാവാം. The names used to specify the changed ligands are changed as well. അത് ഏത് ആറ്റം വഴിയാണ്, ലിഗാൻഡിലുള്ള ഏത് ആറ്റം വഴിയാണ് മെറ്റലിലേക്ക് ബോണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ നെയിമിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റം കൊണ്ടുവരൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാവില്ല. അപ്പം ഫോർ എക്സാമ്പിൾ, NO2-ന് നൈട്രോ ലിഗാൻഡ് ത്രൂ നൈട്രജനും ത്രൂ ഓക്സിജനും ബോണ്ട് ഫോം ചെയ്യും നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ത്രൂ നൈട്രജൻ ആണ് മെറ്റലിലേക്ക് നൈട്രോ ലിഗാൻഡ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നൈട്രോ എന്നാണ് പറയുക. അതേസമയം ത്രൂ ഓക്സിജൻ ബോണ്ട് ഫോം ചെയ്താൽ നമ്മൾ അതിനെ നൈട്രിറ്റോ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെ ഇപ്പം SCN- തയോസയനോ പറയും, NCS- ഐസോതയോസയനേറ്റോ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ അതിന്റെ നെയിമിങ്ങിന് നമ്മൾ ആ ഡിഫറൻസ് മനസ്സിലാവുന്ന രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യണം. അപ്പം എക്സാമ്പിൾ തന്നിട്ടുണ്ട്. The cationic cobalt complex CONH3 5 times NO2 2+ എന്താണ് കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് Cl2 exist in two separable linkage isomers of the complex ions CONH3 5 times NO2 and CONH3 5 times ONO2+. രണ്ട് രീതിയിൽ ഐസോമേഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഫിഗർ തന്നിട്ടുണ്ട്, ലിങ്കേജ് ഐസോമേഴ്സ്. അതിൽ കണ്ടോ, ഇവിടെ ഫസ്റ്റ് കോംപ്ലക്സില്
കാണുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിലുള്ള കോംപ്ലക്സിലെ നൈട്രോ ഐസോമർ ആണ് CONH3 5 times NO2 നൈട്രോ ഐസോമർ ആണ്. സെക്കൻഡ് കോംപ്ലക്സ് കണ്ടോ, അതില് CONH3 5 times ONO നൈട്രിറ്റോ ഐസോമർ ആണ്. COONO ആയിട്ടാണ് ബോണ്ട്. കൊബാൾട്ടോ ആയിട്ട് നൈട്രോ ഫങ്ഷണൽ ഗ്രൂപ്പിലെ ഓക്സിജൻ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വണ്ണില് കൊബാൾട്ടോ ആയിട്ട് നൈട്രോ ഫങ്ഷണൽ ഗ്രൂപ്പിലെ നൈട്രജൻ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. When donation is from nitrogen to a metal center, the complex is known as nitro complex. When donation is from oxygen to the metal center, the complex is known as nitrito complex. An alternative formula structure to emphasize the different coordination covalent bond of the two isomers. അതിന്റെ പേരിലുള്ള വ്യത്യാസം, ഒന്നുകിൽ നൈട്രിറ്റോ ഐസോമർ എന്ന് പറയുമ്പോൾ അത് ഓക്സിജൻ വഴി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നൈട്രോ ഐസോമർ എന്ന് പറഞ്ഞാൽ അത് നൈട്രജൻ വഴി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. Another example of an ambident ligand is thiocyanate SCN-, which can attach to transition metal at either the sulfur atom or through the nitrogen atom. Such compound give rise to linkage isomerism. Other ligands that give rise to linkage isomers include selenocyanate, isoselenocyanate. നമ്മൾ ഈ തയോസൈനേറ്റ് പറഞ്ഞ പോലെ തന്നെ സെലീനോസൈനേറ്റും ഐസോസെലീനോസൈനേറ്റും, പിന്നെ അതേപോലെ സൾഫൈറ്റ് ത്രൂ സൾഫറും ത്രൂ ഓക്സിജനും ബോണ്ട് ഫോം ചെയ്യാം. ഇത് വേറെ 3 ആംബിഡന്റേറ്റ് ലിഗാൻഡ്സ് ദാറ്റ് യൂഷ്വലി ഷോസ് ലിങ്കേജ് ഐസോമറിസം ആണ് പറഞ്ഞത്. ഒന്ന് സയനേറ്റ്, ഐസോസൈനേറ്റ്, തയോസൈനേറ്റ്, ഐസോതയോസൈനേറ്റ്, പിന്നെ സെലീനോസൈനേറ്റ്, ഐസോസെലീനോസൈനേറ്റ്, പിന്നെ സൾഫൈറ്റ്. ഓക്കെ, ഒരു എക്സസൈസ് തന്നിട്ടുണ്ട്. FeCl5NO2 3- and FeCl5ONO3- complex ion linkage isomers of each other. Complex ions linkage isomers of each other. ആണോ അല്ലേ? യെസ്. കാരണം അവിടെ NO2 എന്ന് പറയുന്നതാണ് അവിടെയുള്ള ആംബിഡന്റേറ്റ് ലിഗാൻഡ്. ഒരു കോംപ്ലക്സിൽ അയണുമായിട്ട് നൈട്രോ ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള നൈട്രജൻ ആണ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് കോംപ്ലക്സില് മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് നൈട്രോ ഗ്രൂപ്പിലുള്ള ഓക്സിജൻ ആണ്. സോ ദേ ആർ ലിങ്കേജ് ഐസോമേഴ്സ് ടു ഈച്ച് അതർ. അപ്പൊ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഇത്രേ ഉള്ളൂ. സ്ട്രക്ചറൽ ഐസോമേഴ്സിൽ നമ്മൾ ആദ്യം അയണൈസേഷൻ ഐസോമറിസം പറഞ്ഞു. അയണൈസേഷൻ ഐസോമേഴ്സിൽ അതിന്റെ സ്പെഷ്യൽ ടൈപ്പ് ആയിട്ട് സോൾവേറ്റ് ഐസോമറിസം, ഹൈഡ്രേറ്റ് ഐസോമറിസം പറഞ്ഞു. പിന്നെ നമ്മൾ ഏതാ പറഞ്ഞു? ലിങ്കേജ് ഐസോമറിസം പറഞ്ഞു, കോർഡിനേഷൻ ഐസോമറിസം പറഞ്ഞു. ഇനി ഇതിൽ സാധാരണ കാണുന്ന വേറെ ഐസോമറിസം പറയാനുള്ളത് ലിഗാൻഡ് ഐസോമറിസം കൂടെ കേൾക്കാറുണ്ട്. ലിഗാൻഡ് ഐസോമറിസം പറഞ്ഞാൽ ലിഗാൻഡ് ഇറ്റ്സെൽഫ് ഐസോമറിസം പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ലിഗാൻഡ് ഐസോമേഴ്സ് എന്ന് പറയും. ലിഗാൻഡിന് തന്നെ ഐസോമറിസം കാണിക്കാൻ പറ്റുന്ന ടൈപ്പ് ലിഗാൻഡ്സ് ആണ് നമ്മളെ കോംപ്ലക്സിൽ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ലിഗാൻഡ് ഐസോമറിസം പറയാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് നമ്മള് ഇപ്പം certain ligand can exist in isomeric form. They can be also incorporated into complexes as to give rise to isomers. അത് ലിഗാൻഡ് കാണിക്കുന്ന ഐസോമറിസം ആണ്, അത് കോംപ്ലക്സിന്റെ ഐസോമറിസം അല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയാതിരുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയാണ്, 2 ലിഗാൻഡ്സ് 1,2-diaminopropane 1,3-diaminopropane, ഈ 2 ലിഗാൻഡ്സ് വരുന്ന കോംപ്ലക്സുകൾ തമ്മിൽ ഒരു ഐസോമറിസം ആണ്. കാരണം അവർക്ക് സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷെ ഡിഫറെന്റ് ലിഗാൻഡ്സ് ആണ് രണ്ടിലും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ലിഗാൻഡ് ഐസോമറിസം എന്ന് പറയാറുണ്ട്. അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല, എക്സാമ്പിൾ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി സെക്കൻഡ് ക്ലാസ് ഓഫ് ഐസോമറിസം നമ്മൾ പറഞ്ഞത് സ്റ്റീരിയോ ഐസോമറിസം ആണ്. ഒന്ന് സ്ട്രക്ചറൽ ഐസോമറിസം, സെക്കൻഡ് സ്റ്റീരിയോ ഐസോമറിസം. സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറയുന്ന സ്പേസ് ഐസോമറിസം ആണ്. When 2 compounds contain the same ligands attached to the same central metal ion, but the arrangement of ligands in space about the central metal ion being different, then these 2 compounds are said to be stereoisomers, and this phenomenon is known as stereoisomerism. Stereoisomerisത്തിൽ 2 ടൈപ്പ് stereoisomerism ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് geometric isomerism, സെക്കൻഡ് വൺ ഈസ് optical isomerism. അപ്പൊ ഫസ്റ്റ് ജോമെട്രിക് ഐസോമറിസം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജോമെട്രിക് ഐസോമറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ പഠിച്ച ജോമെട്രിക് ഐസോമറിസം തന്നെയാണ് ഇവിടെ പറയുന്നത്. ജോമെട്രിക് ഐസോമറിസം ഇസ് ഓൾസോ നോൺ ആസ് സിസ് ട്രാൻസ് ഐസോമറിസം, അല്ലെ? അങ്ങനെ പറയാറുണ്ട് നമ്മൾ.
cis-trans isomerism ennu nammal idine parayarundi. The existence of coordination compounds with the same formula but different arrangement of the ligands was crucial in the development of coordination chemistry. Two or more compounds with the same formula but different arrangement of the atom are called isomers, because isomers usually have different physical and chemical properties. It is important to know which isomer we are dealing with if more than one isomer is possible. Recall that in many cases, more than one structure is possible for organic compounds with the same molecular formula. Examples discussed: N-butane versus isobutane and cis-2-butene versus trans-2-butene. നമ്മൾ ഒരുപാട് ടൈപ്പ് ഫോർമുല, സെയിം മോളിക്കുലർ ഫോർമുലയിൽ ഒരുപാട് കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സിന് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഗാനിക് കേസിൽ. As we will see, coordination compounds can also exhibit this type of same types of isomers as organic compounds, as well as several kinds of isomers that are unique. അതില് കോർഡിനേഷൻ കോംപ്ലക്സുകളിൽ നമ്മൾ മെയിൻ ആയിട്ട് 4 കോർഡിനേറ്റഡ് കോംപ്ലക്സ്, 6 കോർഡിനേറ്റഡ് കോംപ്ലക്സുകളാണ് നമ്മൾ കോർഡിനേഷൻ കോംപ്ലക്സിൽ പഠിച്ചത്. അതിൽ 4 കോർഡിനേറ്റഡ് കോംപ്ലക്സുകൾ എന്ന് പറഞ്ഞാല് ടെട്രാഹെഡ്ര, സ്ക്വയർ പ്ലാനാർ അല്ലെ. 6 കോർഡിനേറ്റഡ് കോംപ്ലക്സ് ആകുമ്പോൾ സ്ട്രക്ചർ എന്താണ്? ഒക്ടാഹെഡ്ര. അപ്പൊ ഫസ്റ്റ് നമ്മൾ പ്ലാനാർ ഐസോമേഴ്സ് നോക്കുക. മെറ്റൽ കോംപ്ലക്സസ് ദാറ്റ് ഡിഫർ ഓൺലി ഇൻ വിച്ച് ലിഗാൻഡ്സ് ആർ അഡ്ജസന്റ് ടു വൺ അനദർ, സിസ് ടു ഈച്ച് അതർ, or directly across from one another, that is trans to each other in the coordination sphere of the metal is called geometrical isomers. Planar complexുകളിൽ പ്ലാനാറിൽ 4 ലിഗാൻഡ്സ് ഒരു മെറ്റലിന്റെ ചുറ്റും ഒരു ചതുരത്തിന്റെ കോർണേഴ്സിലായിട്ട് ഉണ്ടാവുന്ന രീതിയിലാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. അതില് ലിഗാൻഡ്സ് അടുത്തടുത്താണോ അതോ ഓപ്പോസിറ്റിലാണോ? അടുത്തടുത്താവുമ്പോൾ നമ്മൾ അതിനെ സിസ് എന്ന് പറയും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ട്രാൻസ് എന്ന് പറയും. ഇതാണ് planar isomers ഉള്ള geometric isomers. They are most important for square planar and octahedral complexes. Square planarലും cis-trans isomers possible ആണ്, octahedralum ഇത് possible ആണ്. Because all vertices of a square planar are equivalent, it does not matter which vertex is occupied by the ligand. In a square planar, Ma3B complex, ഒരു M എന്ന് പറയുന്നത് സെൻട്രൽ മെറ്റൽ ആണ്. Ma3B എന്ന് പറയുന്നത് A എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ലിഗാൻഡ്, അത് 3 എണ്ണം ഉണ്ട്. B എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ലിഗാൻഡ്, അത് 1 എണ്ണം ഉണ്ട്. അതാണ് Ma3 ടൈപ്പ് ലിഗാൻഡ് എന്ന് പറഞ്ഞത്. അപ്പം B ഇതാണ് Ma3 ടൈപ്പ് A3B കോംപ്ലക്സ് എന്ന് പറയുന്നത്. Hence only a single geometrical isomer is possible in this case. കാരണം ഈ B എവിടെ നിന്നാലും നമുക്ക് ഒരേപോലെയാണ്. ഇതിന് നമ്മൾ ഈ മോളിക്യൂളിനെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ, ഇവിടെ നിന്ന് ഒന്നാണ് റൊട്ടേറ്റ് ചെയ്താൽ ഈ B ഇവിടെ എത്തി, ഇവിടെ എത്തിയില്ലേ B. ഇനി ഒന്നും കൂടെ റൊട്ടേറ്റ് ചെയ്താൽ ഈ B എവിടെത്തും? ഇവിടെ എത്തും. ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്താൽ B എവിടെത്തും? ഇവിടെ എത്തും. ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്താൽ ഈ B ഫസ്റ്റ് ഉണ്ടായിരുന്ന പൊസിഷനിൽ തന്നെ തിരിച്ചെത്തും. All 4 structures shown here are chemically identical. അല്ലെ? Because they can be superimposed simply by rotating the complex in space. കാണിക്കുന്നുണ്ട്, കണ്ടോ? Ma3B ടൈപ്പ് കോംപ്ലക്സ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ പൊസിഷൻ തൊട്ടപ്പുറത്താവും, പിന്നെ ഇപ്പുറത്താവും, അങ്ങനെ 4 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് അത് ഇനീഷ്യൽ പോയിന്റ് തന്നെ തിരിച്ചെത്തും. Ma3B ടൈപ്പ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തൊരു ടൈപ്പ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ Ma2B2 കോംപ്ലക്സ്. Ma2B2 കോംപ്ലക്സ് ആകുമ്പോൾ എന്താ? 2 ലിഗാൻഡ് ഒരേ ടൈപ്പ്, വേറെ 2 ലിഗാൻഡ് വേറൊരു ടൈപ്പ്. There are 2 possible isomers. Either the A ligand can be adjacent to one another. ഈ A എന്ന് പറയുന്ന ഒരേ ടൈപ്പുള്ള ലിഗാൻഡ്സ് അഡ്ജസന്റ് ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ അത് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കാം. അപ്പം അവ അഡ്ജസന്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ് ഐസോമർ എന്ന് പറയും. അവ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ് ഐസോമർ എന്ന് പറയും. ഇവിടെ നോക്കാം, B എന്ന് പറയുന്ന ലിഗാൻഡ് രണ്ടും അടുത്തടുത്ത് നിൽക്കുകയാണ്, A എന്ന് പറയുന്ന ലിഗാൻഡുകൾ രണ്ടും അടുത്തടുത്ത്. അപ്പൊ ഇതിനെ നമുക്ക് സിസ് ഐസോമർ എന്ന് പറയാം. അപ്പൊ ഇതിനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് എന്താണ്? റൊട്ടേറ്റ് ചെയ്താലും സിസ് തന്നെയാണ് ഉണ്ടാവുക. Ma2B2 സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്. അവ അവസാനം 4 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത ആദ്യം ഉണ്ടായിരുന്ന അതേ പൊസിഷനിൽ തന്നെ എത്തിച്ചു. ഇനി അതേസമയം
On the second compound, okay, M.A2B2 ന്റെ trans isomer. Trans isomer എന്ന് പറഞ്ഞാല് രണ്ട് ബി ലിഗാൻഡുകളും ഓപ്പോസിറ്റ് ആണ്. അതേപോലെ രണ്ട് എ ലിഗാൻഡുകളും എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ട്രാൻസ് ഐസോമർ എന്ന് പറയുന്നത്. അപ്പൊ M.A3B ടൈപ്പിന് ഒറ്റ ഐസോമറേ ഉള്ളൂ. സിസും ട്രാൻസും ഒന്നുമില്ല. അത് എവിടെ ബി ഇട്ടാലും ഒരേപോലെയാണ്, ഐഡന്റിക്കൽ ആണ്. ഒരു ഐസോമറേ പോസിബിൾ ഉള്ളൂ. അതേസമയം M.A2B2 കോംപ്ലക്സിന് സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും പോസിബിൾ ആണ്. രണ്ട് ഐസോമറും പോസിബിൾ. Because there is no way to convert the cis structure to trans. Cisനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടോ ഫ്ലിപ്പ് ചെയ്തിട്ടോ ട്രാൻസ് ആക്കി മാറ്റാൻ കഴിയില്ല. Or flipping cis isomer to trans by rotating or flipping the molecule in space. They are fundamentally different arrangements of atom in space. Probably the best known example of cis and trans isomer of M.A2B2 square planar complex are cisplatin and transplatin. Cisplatinum, transplatinum. എന്താ cisplatinum എന്ന് പറഞ്ഞാൽ? Cisplatinum NH3 twice Cl2. അപ്പൊ പ്ലാറ്റിനം അതിന്റെ ചുറ്റും സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചറിൽ രണ്ട് NH3 രണ്ട് Cl2. ഈ NH3കൾ സിസ് ടു ഈച്ച് അതറും Cl ligands cis to each other ആകുമ്പോൾ ഇതിനെ നമ്മൾ cisplatin എന്ന് പറയും. Cisplatin is an important coordination complex. എന്താണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നതാണ്? Cisplatin ആന്റി ട്യൂമർ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതേസമയം transplatin which is actually toxic rather than therapeutic. The anti-cancer drug cisplatin and its inactive trans isomers. Cisplatin is especially effective against tumor of the reproductive organ, which primarily affect individuals in their 20s and were notoriously difficult to cure. For example, after being diagnosed with metastasized testicular cancer in 1991 and given only a 50% chance of survival, Lance Armstrong was cured by treatment with cisplatin. Cisplatin ആന്റി ക്യാൻസർ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം ട്രാൻസ്പ്ലാറ്റിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? അതൊരു പോയിസണസ് കോമ്പൗണ്ട് ആണ്. സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ദാറ്റ് കണ്ടെയ്ൻ സിമെട്രിക്കൽ ബൈഡന്റേറ്റ് ലിഗാൻസ് സച്ച് ആസ് എഥിലിൻ ഡയമീൻ. സിമെട്രിക്കൽ ബൈഡന്റേറ്റ് ലിഗാൻസ് ഓക്സലേറ്റ്, എഥിലിൻ ഡയമീൻ ഒക്കെ എക്സാമ്പിൾ ആണ്. അപ്പം സിമെട്രിക്കൽ ബൈഡന്റേറ്റ് ലിഗാൻസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പ്ലാറ്റിനം En twice 2+ have only one possible structure in which curved lines linking the two nitrogen atom indicate the ethylene diamine ligands. ഇവിടെ ഒരു ലിഗാൻഡേ ഉണ്ടാവുള്ളൂ. കാരണം എഥിലിൻ ഡയമീനിലെ രണ്ട് CH2 കഴിഞ്ഞിട്ട് NH2 അല്ലേ, എഥിലിൻ ഡയമീൻ. അപ്പൊ ഈ എഥിലിൻ ഡയമീൻ, ഒരു എഥിലിൻ ഡയമീനിലുള്ള രണ്ട് നൈട്രജൻസിനെ അഡ്ജസന്റ് പൊസിഷനിൽ വെച്ചിട്ട് മാത്രമേ പ്ലാറ്റിനുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ അതല്ലെങ്കിൽ രണ്ട് നൈട്രജൻസ് ട്രാൻസ് ആയിട്ട് ലിങ്ക് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? അത് ഭയങ്കര എക്സിസ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അത് സിസ് ആയിട്ട് മാത്രമേ ഒരു എഥിലിൻ ഡയമീനിലുള്ള നൈട്രജൻസ് മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ ഐസോമർ മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, draw the cis and trans isomers of the following compound. First compound എന്താ പറഞ്ഞത്? Cis and trans isomers of the following compound. First NH3 twice IrCnCO. എങ്ങനെ വരക്കാം? IR ഇറിഡിയൽ സെൻട്രൽ മെറ്റൽ. ഇതില് രണ്ട് ഒരേ ലിഗാൻഡ് ഉണ്ട്. അപ്പൊ NH3 സിസ് ആയിട്ട് കിടന്നാല് അതിന്റെ സിസ് ഐസോമർ ആണ്. അപ്പൊ ഇവിടെ Cl-ഉം CO-യും ഉണ്ടാവും. ഇത് രണ്ടും സിസ് ആയിട്ട് കിടക്കുമ്പോൾ ഇതിന്റെ ആ കോംപ്ലക്സിന്റെ സിസ് ഐസോമർ ആയി. ഇനി എപ്പോഴാ ട്രാൻസ് ആവുക? ട്രാൻസ് ആവണമെങ്കിൽ ഈ NH3യും എന്തായിട്ട് കിടക്കുക? ട്രാൻസ് ആയിട്ട് കിടന്നാൽ മതി. ഇവിടെ NH3ക്ക് ഓപ്പോസിറ്റ്ലി NH3 വരിക, ഇവിടെ കാർബൺ മോണോക്സൈഡ് ലിഗാൻഡ് വന്നാല് ട്രാൻസ് ഐസോമർ ആയി. സെക്കൻഡ് കോമ്പൗണ്ട് നോക്കിയേ, PPH3 twice platinum HBr. പ്ലാറ്റിനം
ഇവിടെ PPH3 HBr. ഇത് സിസ് ഐസോമർ ആണ്. ഇനി ട്രാൻസ് ആവണമെങ്കിൽ ഇതിലുള്ള ഈ PPH3 കൾ എന്തായിട്ട് നിൽക്കണം? ട്രാൻസ് ആയിട്ട് നിൽക്കണം. രണ്ട് PPH3s ട്രാൻസ് ആയിട്ട് നിൽക്കുക. അപ്പൊ Br-ഉം ഹൈഡ്രജനും ട്രാൻസ് ആയിട്ടാണ് ഉണ്ടാകും. അതേപോലെ തന്നെ മൂന്നാമത്തത് AsH3 ട്വൈസ് പ്ലാറ്റിനം HCl. അത് ഇതേപോലെ തന്നെ AsH3 ലിഗാൻസ് സിസ് ടു ഈച്ച് അതർ ആയിട്ട് വരുമ്പോൾ സിസ് ഐസോമർ, അത് ട്രാൻസ് ആയിട്ട് വരുമ്പോൾ ട്രാൻസ് ഐസോമർ ആണ്. Only one isomer of TMEDA PTCl2 is possible. TMEDA എന്ന് പറഞ്ഞാൽ CH3 twice N CH2 N CH3 twice. Both nitrogens connect to the platinum. Draw this isomer and explain why the isomer is not possible. Why the other isomer is not possible. ഈ TMEDA എന്ന് പറയുന്നത് സിസ് ആയിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ എഥിലീൻ ഡയമീൻ PT എഥിലീൻ ഡയമീൻ ട്വൈസിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. സോറി, അതിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുക? ഏതാണ്? പ്ലാറ്റിനം. പ്ലാറ്റിനം ഒരു സ്ക്വയർ പ്ലെയിനിന്റെ രണ്ടറ്റത്ത്, അതിൽ ഇവിടെ ഒരു നൈട്രജനും ഇവിടെ ഒരു നൈട്രജനും, ഇതാണ് നമ്മളെ TMEDA. ഇതിങ്ങനെ അറ്റാച്ച് ചെയ്യും. കാരണം അതിന്റെ ഇടയിൽ ആകെ രണ്ട് CH2, രണ്ട് നൈട്രജനുകളുടെ ഇടയിൽ രണ്ട് CH2 മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ അതിന്റെ കൂടെ ഉള്ളത്? Cl ഉണ്ട്, Cl ഉണ്ട്. ഇത് ഇങ്ങനെ ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യും സിസ് ആയിട്ട്. അതേസമയം രണ്ടാമത്തെ ട്രാൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സ്ട്രക്ചർ വരിക? ട്രാൻസ് ആകുമ്പോ എന്താണ്? Cl-നും കുഴപ്പമില്ല, അത് ട്രാൻസ് ആയിട്ട് നിൽക്കും. പക്ഷെ നമ്മളെ TMEDA ലിഗാൻഡിന്റെ കേസ് നോക്കിയേ, രണ്ട് ട്രാൻസ് പൊസിഷനിൽ നൈട്രജൻ നിന്നിട്ട് അതിന്റെ ഇടയിൽ ആകെ CH2ന്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഒരു ഏന്തി വലിഞ്ഞു നിൽക്കുന്ന പോലെയാവും നിൽക്കുക. അതൊരു സ്റ്റേബിൾ കൺഫർമേഷൻ ആയിട്ടല്ല നിൽക്കുക. അതുകൊണ്ട് തന്നെ അതിന്റെ ട്രാൻസ് പോസിബിൾ അല്ല, സിസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് അതിന്റെ കാരണം. only one isomer exists for, നമ്മൾ ഓൾറെഡി പറഞ്ഞ PTEN ട്വൈസിനും കാരണം തന്നെയായിരുന്നു. അതേപോലെ TMEDA PTCl2 is also possible in only one isomer. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞത് ജിയോമെട്രിക്കൽ ഐസോമറിസം ഇൻ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസിലാണ്. ഇനി പറയുന്നത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിലാണ്. അപ്പൊ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിലും നമുക്ക് ഏതൊക്കെ പൊസിഷൻസ് ഉണ്ട്? സിസ് ആൻഡ് ട്രാൻസ് പൊസിഷൻസ് ഉണ്ട്. Octahedral complexes also exhibit cis-trans isomers. Like square planar complexes, only one structure is possible for octahedral complex in which only one ligand is different from the other five. അപ്പോൾ നമ്മൾ MA3B ടൈപ്പ് പറഞ്ഞ പോലെ തന്നെ ഒക്ടാഹെഡ്രലിന്റെ MA5B ടൈപ്പ് എന്ന് പറയുമ്പോഴും ഒറ്റ ഐസോമറേ ഉണ്ടാവുള്ളൂ. Even though we usually draw an octahedron in a way that suggests that the four in-plane ligands are different from the two axial ligands. In fact, all six vertices of an octahedra are equivalent. ഒക്ടാഹെഡ്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ 6 വെർട്ടീസസും ഈക്വലന്റ് ആണ്. നമ്മൾ സാധാരണയായിട്ട് ഒരു പ്ലെയിന് ഇങ്ങനെ ഒരു പ്ലെയിന് ആ പ്ലെയിനിന്റെ മുകളിലും താഴെയും ഓരോന്ന് ആയിട്ടല്ലേ വരക്കാറ്. പക്ഷേ അതിപ്പോ നമ്മൾ ഇങ്ങനെ ആ 4 ഉള്ളത് പ്ലെയിൻ ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ്. അതല്ലാതെ നമുക്ക് വേറെ 4 പ്ലെയിൻ ആയിട്ട് എടുക്കാം. ഇങ്ങനെ ഒരു പ്ലെയിൻ എടുത്താലോ? അപ്പോ ഈ 2 എകളായില്ലേ, മേലെയും താഴെയും, അങ്ങനെയും പ്ലെയിൻ എടുക്കാലോ നമുക്ക്. അപ്പൊ ഇവിടെ ഫസ്റ്റത്തില് ഈ B നിൽക്കുന്ന ഭാഗമായിരുന്നു ആക്സിയൽ പോയിന്റ് എന്നുണ്ടെങ്കിൽ, രണ്ടാമത്തേൽ എന്താ? ഈ A നിൽക്കുന്ന പോയിന്റ് ആണ് ആക്സിയൽ പൊസിഷൻ, മുകളിലുള്ളത്. അപ്പൊ ഈ B എന്തായി? പ്ലെയിനിലായി. എന്ന് പറഞ്ഞാല് ഒക്ടാഹെഡ്രയിലുള്ള 6 പോയിന്റുകളും സെയിം ആണ്. അപ്പൊ MA5B എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ ഐസോമറേ പോസിബിൾ ആവുള്ളൂ. അത് ഏത് 6 വെർട്ടീസസിൽ പോയി നിന്നാലും പോയിന്റുകളിൽ പോയി നിന്നാലും അത് ഒരേ സാധനം തന്നെയാണ്. ഇനി സിസ് പൊസിഷൻസ് ഏതൊക്കെയാണെന്നൊന്ന് പറയണം നമുക്ക്. ഇതിലിപ്പം ഏതൊക്കെ പൊസിഷൻസ് ആണ് സിസ് ടു ഈച്ച് അതർ ആയിട്ട് വരിക? ഇത് 1 ആണ്. ഇത് 1, ഈ പോയിന്റ് 2, പിന്നെ ഇത് 3, 4, 5, 6.
Cis to each other points 1, 2. Cisകൾ ആദ്യം പറയാം. Cis 1, 2 പൊസിഷൻസിൽ സെയിം ലിഗാൻസ് വന്നാൽ നമുക്ക് cis to each other ആണെന്ന് പറയാം. അതേപോലെ 1, 3 cis ആണ്. 1, 5 cis ആണ്. 1, 4 cis ആണ്. 1, 4 ഒക്കെ അടുത്തടുത്താണ് കിടക്കുന്നത്. അതേപോലെ പിന്നെ 2ഉം 3ഉം cis ആണ്. അതേപോലെ 2ഉം 5ഉം cis ആണ്. പിന്നെ 5ഉം 4ഉം cis ആണ്. പിന്നെ 4, 3 cis ആണ്. ഇതേപോലെ തന്നെ താഴെയുള്ള 6ഉം ആയിട്ട് ഈ 3ഉം 4ഉം 5ഉം 4ഉം 3ഉം 2ഉം 5ഉം 4ഉം cis to each other ആണ്. മനസ്സിലാവുണ്ടല്ലോ? cis എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്നതാണ്. ഇനി ട്രാൻസ്പൊസിഷൻസ് ഏതൊക്കെയാ? ട്രാൻസ്പൊസിഷൻസ് 1ഉം 6ഉം ട്രാൻസ് ആണ്. 1, 6 ഏറ്റവും മുകളിൽ ഏറ്റവും താഴെ. അതേപോലെ 2, 4 ട്രാൻസ് ആണ്. പിന്നെ 5, 3 ട്രാൻസ് ആണ്. നമുക്ക് അറിയണ്ടല്ലോ. ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ സിസ് പൊസിഷൻസും ട്രാൻസ് പൊസിഷൻസും അറിയണം. ഒക്ടാഹെഡ്രൽ ഐസോമേഴ്സിലുള്ള സിസ് ട്രാൻസ് ഐസോമറിസം പറയണമെന്നുണ്ട്. If two ligands in an octahedral complex are different from the other four, giving an Ma4B2 complex, two isomers are possible. അപ്പൊ എന്താണ്? B2 രണ്ട് ലിഗാൻസ് വേറെ ടൈപ്പും 4 ലിഗാൻസ് ഒരു ടൈപ്പും ആയിട്ട് വരുമ്പോൾ അവിടെ സിസ് ട്രാൻസ് ഐസോമറിസം പോസിബിൾ ആണ്. Two isomers are possible. The 2B ligands can be cis or trans to each other. Cis CONH3 4 times Cl2 and trans CONH3 4 times Cl2 are example of this type. തന്നിട്ടുണ്ട്. അപ്പൊ ബി സിസ് ആയിട്ട് വരാം. ബി എന്ന് പറയുന്ന ലിഗാൻഡ് ആണ് രണ്ടെണ്ണം ഉണ്ട് പറഞ്ഞത്. അപ്പൊ ബി സിസ് ആയിട്ട് വരുമ്പോ അതിന് നമുക്ക് Ma4B2 സിസ് ഐസോമർ എന്ന് പറയാം. അപ്പൊ ഈ രണ്ടും ഈക്വലന്റ് ആണ്. ഇത് രണ്ടും സിസ് ആയിട്ട് നിൽക്കുന്നതാണ് ബി. അതേസമയം ബി ട്രാൻസ് ടു ഈച്ച് അതർ ആയിട്ട് വന്നാല് അതിന് നമുക്ക് ട്രാൻസ് ഐസോമർ എന്ന് പറയാം. ഈ രണ്ട് ഐസോമറുകളും ഈ രണ്ട് സ്ട്രക്ചറും സെയിം ആണ്. അപ്പം Ma4B2 ടൈപ്പിന് സിസ് ഐസോമറും ഉണ്ട്, ട്രാൻസ് ഐസോമറും പോസിബിൾ ആണ്. റീപ്ലേസിംഗ് അനദർ എ ലിഗാൻഡ് ബൈ ബി ലിഗാൻഡ്സ്. അപ്പോ Ma3B3 ടൈപ്പ് ഒരു ടൈപ്പ് ലിഗാൻഡ് 3 എണ്ണം, വേറൊരു ടൈപ്പ് മോണോഡെൻഡേറ്റ് ലിഗാൻഡ് 3 എണ്ണം. അങ്ങനെ വരുന്ന സമയത്ത് Ma3B3 ടൈപ്പ് ലിഗാൻഡ്സില് ഫോർ വിച്ച് ദർ ആർ ഓൾസോ 2 പോസിബിൾ ഐസോമേഴ്സ്. അവിടെ രണ്ട് സിസ് ട്രാൻസ് അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഐസോമേഴ്സും പോസിബിൾ ആണ്. The 3 ligands of each kind occupy opposite triangular faces of octahedra. This is called facial. FAC ഐസോമർ എന്നാ പറയാ. Originates from facial. ഒരേ ഫേസിലാണ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. In the other, the 3 ligands of each kind lies on what would be the median if the complex were viewed as a sphere. This is called mer. Mer എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക മെറിഡിയോണൽ. അത് originates from മെറിഡിയോണൽ. അപ്പൊ 3 ലിഗാൻഡ്സ് ഉണ്ട് പറഞ്ഞല്ലോ. എ ടൈപ്പ് 3 ലിഗാൻഡും ബി ടൈപ്പ് 3 ലിഗാൻഡും. അപ്പൊ ഇതാണ് എ ടൈപ്പ് എന്ന് വിചാരിക്കുക. ഈ എ ടൈപ്പ് 3 ലിഗാൻഡ്സ് ഒരു ഫേസ് ഒരു ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സിൽ. അതേപോലെ ബി ടൈപ്പ് 3 ലിഗാൻഡ്സ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ഒരു ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സിൽ വരിക. അതിനെയാണ് നമ്മൾ ഫേസിയൽ ലിഗാൻഡ് എന്ന് പറയുന്നത്. FAC. Ma3B3 ടൈപ്പ് ഫേസ് ഐസോമേഴ്സ്. ഇനി ഇതങ്ങനെ ഒരു ലിഗാൻഡിന്റെ കോർണേഴ്സിൽ അല്ലാതെ വരുന്നതിനെയാണ് നമ്മളിപ്പം നമ്മൾ എടുത്ത ഈ ഫേസ് ഉണ്ടല്ലോ, ഈ ഫേസിൽ അല്ലാതെ വരുന്നതിനെ നമ്മൾ മെറിഡിയോണൽ മെർ ഐസോമർ എന്നും പറയും. അപ്പൊ നോക്കുക, ഇതല്ലേ നമ്മളെ ലിഗാൻഡ് ഉണ്ടായിരുന്നത്. അതില് ബി 2 എണ്ണം ഒരു എയും ആണ്. അതേപോലെ ബാക്കത്തെ ട്രയാങ്കിളില് ബി 1 എണ്ണം 2 എയും ആണ്. അപ്പം ഇതിനെ നമ്മൾ വേറെ രീതിയിൽ പറയുന്നത് 3 ligands of each kind line on what would be the median if the complex were viewed as a sphere. Sphere ആയിട്ട് കാണുമ്പോൾ അതിന്റെ മീഡിയനിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മെറിഡിയോണൽ ഐസോമർ എന്ന് പറയും. ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. ഡ്രോ ഓൾ ദ പോസിബിൾ ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഫോർ ദ കോംപ്ലക്സ് COH2O twice OX BrCl- where OX is oxalate, which stands for oxalate.
Formula of this complex formula എന്ന് പറയുന്നത് COH2O twice oxalate BrCl മൈനസ് ആണ്. അപ്പൊ ഈ ഓക്സലേറ്റിന് സിസ് ആയിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഓക്സലേറ്റിന്റെ 2 ഓക്സിജൻ അഡ്ജസന്റ് പൊസിഷനിൽ മാത്രമേ മെറ്റലിലേക്ക് ബോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് ഒരു ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണ്, which can occupy only adjacent position, and 4 monodentate ligands, 2 of which are identical. H2O 2 ഉണ്ട്, അത് ഐഡന്റിക്കൽ ആണ്. പിന്നെ Br ഉം Cl ഉം. അപ്പൊ ഈ H2O മോളിക്യൂളിന് സിസ് ടു ഈച്ച് അതർ ആയിട്ടും ട്രാൻസ് ടു ഈച്ച് അതർ ആയിട്ടും നിൽക്കാം. അപ്പൊ ഒരു സിസ് ഐസോമറും ഒരു ട്രാൻസ് ഐസോമറും ഉണ്ട് അല്ലെ. So thus either the water ligands can be trans to each other or two halide ligands can be trans to each other, giving the two geometrical isomers. H2O molecule trans ആയിട്ട് നിന്നാല് അത് ട്രാൻസ് ഐസോമർ. അതേപോലെ 2 H2O molecule സിസ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു സിസ് ഐസോമർ ആയിട്ട് നമുക്ക് പറയാം. In addition, two structures are possible in which one of the halide is trans to water ligand. In the first, chloride ligand is in the same plane as the oxalate ligand. ഇങ്ങനെ ഒരു ഐസോമറും കൂടെ ഇവിടെ പോസിബിൾ ആണ്. കാരണം ഓക്സലേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത് ഒരു പ്ലെയിനിലല്ലേ നിൽക്കുള്ളൂ, സിസ് ടു ഈച്ച് അതർ ആയിട്ടല്ലേ നിൽക്കുള്ളൂ. അതേ പ്ലെയിനിൽ തന്നെ Cl മൈനസ് അയോൺ വരാം, അല്ലെങ്കിൽ Br മൈനസ് അയോൺ വരാം. അതും പോസിബിൾ ആണ്. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞു H2O ലിഗാൻഡ് സിസ് ആയിട്ട് നിൽക്കുന്നത്, സിസ് ആയിട്ടാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. H2O ലിഗാൻഡുകൾ സിസ് ആയിട്ട്. അപ്പൊ Cl-ന് ഈ ഓക്സലേറ്റ് നിൽക്കുന്ന അതേ പ്ലെയിനിൽ നിൽക്കാൻ പോസിബിൾ ആണ്. അതേസമയം Br-നും ഈ ഓക്സലേറ്റ് നിൽക്കുന്ന സെയിം പ്ലെയിനിൽ പോസിബിൾ ആണ്. അപ്പൊ ഇങ്ങനെ 2 ഐസോമറുകളും കൂടെ ഇവിടെ പോസിബിൾ ആണ്. H2O സിസ് ബ്രോമിൻ, Cl സിസ്, Cl ട്രാൻസ് ടു ഓക്സിജൻ, ഓക്സിജന് ട്രാൻസ് ആയിട്ട് Cl നിൽക്കുക. അപ്പൊ ഇങ്ങനൊരു this complex can therefore exist as 4 different geometrical isomers. അതുകൊണ്ട് തന്നെ ഈ കോംപ്ലക്സിന് 4 geometrical isomers പോസിബിൾ ആണ്. Draw the possible geometrical isomers for the complex. Draw the geometrical isomers for the complex CrEn twice CN2.